ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിവിടെ ക്രിസ്മസിൻ്റെ തലേന്ന് ക്രിസ്മസ് ട്രീയും അതേപോലെ പുൽക്കൂടും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹന്നുട്ടിക്കാണെങ്കിൽ ഭയങ്കര ആവേശമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ കേട്ടോ. എഫ് പിന്നെ ഓരോന്നിടുന്നത് അവൻ എല്ലാം തിരിച്ച് പറിച്ചെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് വള്ളി കെട്ടണം. ഏതാ ഇതോ ഇതാണോ ഇതോ പൊട്ടിപ്പോയത് കണ്ടോ പൊട്ടിയത് അത് ഇതാണോ 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 ഇല്ല ഏതാ വേണ്ടേ ഏതാ വേണ്ടേ ഇതോ എന്നാ മോനെ പ്രശ്നം? അത് എന്നാ എടുത്തു? അതുകൊണ്ട് എന്നാ എടുത്തു? കൊച്ചിന് തന്നില്ലേ? ആരാ ടോ ആക്കിയേ? ആരാ മോനെ? അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പടക്കം പൊട്ടിക്കാനൊക്കെ ഇറങ്ങി. അത്തുന്നില്ലല്ലോടി. കണ്ട ഹായ്. പടക്കമാണ് പിന്നെ ഇവിടെ പിന്നിടാ. അവന് പൊട്ടിച്ച് മതിയായില്ലേ? ഇനി പൊട്ടിക്കണോ? ഇനി പൊട്ടിക്കണോ? ആണോ? അവിടെ ഉണ്ടോ? അവിടെ തൂക്കിയിട്ടേക്ക്. അവിടെ ഉണ്ടെന്ന് അവിടെ തൂക്കിയിട്ടേക്കുവാനല്ലേ? പിന്നെയും കഴിഞ്ഞ വർഷം ഹന്നൂട്ടി പൊട്ടിക്കുകയല്ലായിരുന്നു. ഇത്തവണ ഹന്നൂട്ടിക്ക് ഭയങ്കര ധൈര്യമായ അതിന് പിന്നെയും ചെല്ലുവാണ്. എന്തോ മോനെ? എന്നോമോ എന്നാ വേണ്ട കൊച്ചിന്? ഹായ് ഹായ്. അങ്ങനെ ഞങ്ങൾ പടക്കം പൊട്ടിയിലൊക്കെ കഴിഞ്ഞ് ഒരു 10:30 ആയപ്പോഴത്തേക്കും പള്ളി പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം ഹന്നൂട്ടിക്കൊക്കെ ഇന്നൊരു ഡാൻസ് കളിക്കുന്നുണ്ട് കുർബാനയൊക്കെ കഴിയുമ്പോഴേക്കും. അതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസിന് നേരത്തെ വരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കേട്ടോ 10:30 ഇറങ്ങിയത്. 10:30 പള്ളിയിലെത്താൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ 10:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഹന്നൂട്ടിയൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പള്ളിക്ക് ചുറ്റും നടന്ന കാഴ്ചകളൊക്കെ കാണുമായിരുന്നു കേട്ടോ. ഇഫ്രു ഇങ്ങോട്ട് നോക്കിയേ.
അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെയൊക്കെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു. ശരിക്കും പറഞ്ഞ സമയം ഇപ്പം 25-ാം തീയതി വെളുപ്പിന് 1 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഹന്നൂട്ടിയുടെ ഒക്കെ ഡാൻസ് തുടങ്ങി. ഇത് നടുക്ക് സെക്കൻഡായിട്ട് കൊമ്പൊക്കെ വെച്ച് നിൽക്കുന്നു കേട്ടോ ഹന്നൂട്ടി. ഞങ്ങൾ മൊത്തം പരിപാടിയൊന്നും കാണാൻ നിന്നില്ല. ഹന്നൂട്ടിയുടെ ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നത്. കാരണം പിള്ളേരൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പിള്ളേർക്ക് മാത്രമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നേരെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകും. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 11:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിള്ളേർക്ക് മാത്രമേ കൊടുത്തുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് കരുതി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ബീഫും ഉണ്ട്, പിന്നെ മീൻകറിയുണ്ട്, എല്ല് കറി വെച്ചതുണ്ട്. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കായതുകൊണ്ട് ഉച്ചയ്ക്കത്തെ കറികൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. തോരനും അതുപോലെ മോരുകറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കപ്പയും മീനും ചേട്ടായി കപ്പയും ബീഫും കഴിച്ചു കേട്ടോ. ഇത് പപ്പടത്തിൻ്റെ പാത്രമായിരുന്നു. ഇഫ്രൂട്ടം വന്നപ്പോൾ ഇതെടുത്ത് ഒറ്റയേറ അങ്ങനെ ഇതില്ല. പപ്പടം മൊത്തം പൊടിഞ്ഞു പോയി. അതുകൊണ്ട് ഇനി എടുക്കുന്നവർക്ക് ആർക്കും പ്രത്യേകിച്ച് പൊടിക്കേണ്ട കാര്യമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത ചേച്ചിയുടെ പിള്ളേരൊക്കെ വന്ന് 3 പേരാണ്. ഇവ, ഇഷ, അതുപോലെ ഈദൻ. 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാം അവിടെ ഒരുമിച്ച് കുറേ നാൾക്ക് ശേഷം കേട്ടോ കാണുന്നത്. അപ്പം ഞങ്ങളൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ പിള്ളേരെല്ലാം പിന്നെ കളിയൊക്കെ അങ്ങ് തുടങ്ങി. പിന്നെ നമ്മളുടെ ആരും തല ഇപ്പോഴും ഇവിടെ കൊണ്ടിങ്ങനെ വെക്കണം. അത് നമ്മുടെ തലയിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് അത് ആരാന്ന് പറയണം. അന്നയാളുടെ പേര്. ഇപ്പൊ നീ ആണെങ്കിൽ പൊന്നു, ഇപ്പൊ നീ ആണെങ്കിൽ ഇവ, ഞാനാണെങ്കിൽ മണക്കൂട്ടം, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇപ്പൊ പൊന്നു, അല്ലെങ്കിൽ ഇവളാണെങ്കിൽ തെറ്റിച്ച് പറഞ്ഞാൽ ഔട്ടായി. അല്ല, ഔട്ട് ആവത്തില്ല. അത്ര മാർഗമൊന്നുമില്ല. ചുമ്മാ കളിക്കാം. ഇവിടെയും കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നൈറ്റ് ഹന്നൂട്ടിയൊക്കെ പൊട്ടിക്കാൻ ഇറങ്ങിയപ്പോൾ കേട്ടോ. പക്ഷേ ഇഫ്രൂന് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ പരിക്കാത്തത് തന്നെയാണ് നിന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറിയ ക്രിസ്മസ് ആഘോഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.